2023 ഇസ്രയേലുമായി സൗദി അറേബ്യ നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്നതിന് തൊട്ടു മുമ്പാണ് ഒക്ടോബർ 7-ന് ഇസ്രയേലിൽ ഹമാസ് ആക്രമണം നടത്തുകയും ഇസ്രയേൽ ഹമാസ് യുദ്ധം ആരംഭിക്കുകയും ചെയ്യുന്നത്. ഇസ്രയേലുമായി നയതന്ത്ര ബന്ധം ഇല്ലാത്ത രാജ്യമാണ് സൗദി അറേബ്യ. 2023 ഹമാസ് ആക്രമണവും പിന്നാലെയുണ്ടായ യുദ്ധവും ഉണ്ടായിരുന്നില്ല എങ്കിൽ സൗദി ഇസ്രയേൽ ബന്ധമെന്ന ചരിത്രപരമായ മാറ്റം പശ്ചിമേഷ്യയിൽ ഉണ്ടാവുമായിരുന്നു. സൗദി ഇസ്രയേൽ ബന്ധം സ്ഥാപിക്കപ്പെടാതിരിക്കാനാണ് ഒക്ടോബർ 7 ആക്രമണം നടത്തിയതെന്ന് ഹമാസ് രേഖകൾ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടാണ് വാൾ സ്ട്രീറ്റ് ജേണൽ പുറത്തുവിട്ടിരിക്കുന്നത്. ഹമാസിന്റെ ഗാസ മേധാവിയായിരുന്ന യഹ്യ സിൻവാർ തന്റെ സഹപ്രവർത്തകരോട് ഇക്കാര്യം പറഞ്ഞതായാണ് റിപ്പോർട്ട്. സൗദി സയനിസ്റ്റ് ബന്ധം സ്ഥാപിക്കപ്പെടുന്നതിനുള്ള നീക്കം ശക്തമായി പുരോഗമിക്കുകയാണ് എന്നത് നിസ്തർക്കമാണ്. ഭൂരിപക്ഷം അറബ് ഇസ്ലാമിക് രാജ്യങ്ങളും ഈ വഴി പിന്തുടരാനുള്ള വാതിലാണ് തുറക്കുന്നതെന്നും യഹ്യ സിൻവാർ പറഞ്ഞതായി 2023 ഒക്ടോബർ 3-ന് ഗാസയിൽ ചേർന്ന ഹമാസിന്റെ രാഷ്ട്രീയകാര്യ സമിതിയുടെ മിനിറ്റ്സിൽ കാണുന്നതെന്നും വാൾ സ്ട്രീറ്റ് റിപ്പോർട്ടിലുണ്ട്. 2 വർഷത്തിലധികമായി ഹമാസ് ആസൂത്രണം ചെയ്യുന്ന ആക്രമണ പദ്ധതി നടപ്പിലാക്കാൻ സമയമായി എന്ന് സിൻവാർ പറഞ്ഞതായും റിപ്പോർട്ടിലുണ്ട്. അറബ് രാജ്യങ്ങളും ഇസ്രയേലുമായുള്ള ബന്ധം സാധാരണമാകുന്നതിനുള്ള ആശങ്ക ഹമാസിന് ഏറെക്കാലമായി ഉണ്ടായിരുന്നുവെന്ന വിലയിരുത്തൽ ശരിവെക്കുന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. പലസ്തീനിയൻ കോസിനെ അട്ടിമറിക്കുന്ന തരത്തിൽ പശ്ചിമേഷ്യയിൽ ഉടലെടുക്കുന്ന ഏത് രാഷ്ട്രീയ നീക്കത്തിനും തടയിടാൻ ഹമാസ് ഏറെക്കാലമായി ശ്രമിക്കുകയായിരുന്നുവെന്ന വിലയിരുത്തൽ സ്ഥിരീകരിക്കുന്ന വിവരങ്ങളും വാൾ സ്ട്രീറ്റ് ജേണൽ പുറത്തുവിട്ടു. ഇസ്രയേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കുക എന്ന സുപ്രധാന നിർദ്ദേശത്തോടെ അബ്ദുള്ള രാജാവിൻ്റെ മുൻകൈയിൽ 2002 ആരംഭിച്ചതാണ് അറബ് പീസ് ഇനിഷ്യേറ്റീവ്. ഈ സമാധാന നീക്കം ഓസ്ലോ കരാറിലേക്ക് പുരോഗമിച്ചെങ്കിലും രണ്ടാം ഇൻറ്റിഫാദ എന്ന പലസ്തീനിയൻ മുന്നേറ്റത്തോടെ മുടങ്ങിപ്പോവുകയും ചെയ്തു. പിന്നീട് 2020 ഏബ്രഹാം കരാറോടെയാണ് അറബ് ഇസ്രയേലി നയതന്ത്ര നീക്കങ്ങളിൽ സുപ്രധാന പുരോഗതി ഉണ്ടാകുന്നത്. UAE, ബഹ്റൈൻ, മൊറോക്കോ എന്നീ രാജ്യങ്ങൾ ഇസ്രയേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ചു. 2021 സുഡാനും ഈ പട്ടികയിലേക്കെത്തി. ഈ നിരയിലേക്ക് 2023 സൗദി അറേബ്യയും എത്തുമായിരുന്നു ഒക്ടോബർ 7 ഹമാസ് ആക്രമണം ഉണ്ടായിരുന്നില്ല എങ്കിൽ.